സാർ, എൻ്റെ ചോദ്യം ഇതാണ്. പരീക്ഷയിലെ മാർക്കിനുപരിയായി കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി, സർഗാത്മകത വിലയിരുത്താനായി പുതിയ രീതികൾ കണ്ടുപിടിക്കാമോ? എനിക്ക് ഒരു സ്റ്റുഡൻ്റ് എന്നാൽ ലാസ്റ്റ് വേർഡ് പരീക്ഷയാണെന്നുള്ള ആ സങ്കല്പം ആദ്യം നിങ്ങൾ മാറ്റിവെക്കണം. നമ്മൾ അങ്ങനെ ഒരു സങ്കല്പത്തിലാണ് വളർന്നു വന്നിട്ടുള്ളത്. കാരണം പരീക്ഷയാണ്, എല്ലാത്തിനും ലാസ്റ്റ് വേർഡ് പരീക്ഷയാണ്. ഞങ്ങൾ ലോകത്തെമ്പാടുമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ തന്നെ പരീക്ഷ വേണമോ എന്ന കാര്യം സംബന്ധിച്ചിടത്തോളം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആ കൊച്ചു കുട്ടികളെ പരീക്ഷ എന്ന് പറഞ്ഞ് മാനസിക പീഡനം ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. ചില സ്കൂളുകളിൽ ഇപ്പോൾ, ഏത് സ്കൂളിൽ നിന്ന് ഞാൻ പറയുന്നില്ല, 1ാം ക്ലാസ് കുട്ടിക്ക് എൻട്രൻസ് പരീക്ഷ. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ വേണ്ടി പോകുന്ന കാര്യമല്ല. ഈ വർഷം എൻട്രൻസ് പരീക്ഷ നടത്തുന്ന സ്കൂളുകളുടെ പേരിൽ ഫൈൻ അടിക്കും. ആ ഫൈന് സാധാരണ മറ്റു കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെത്തി കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു സഹായം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. ചില സ്കൂളുകളിൽ എൻട്രൻസ് പരീക്ഷ രക്ഷകർത്താക്കൾക്കും നടത്തുന്നുണ്ട്. രക്ഷകർത്താക്കളും പഠിക്കുകയാണ്. മോൻ 3ാം ക്ലാസ് ചേരണമെങ്കിൽ ഇനി ഞാൻ പഠിച്ച പരീക്ഷ പാസ്സായാലും നിർത്തിയുള്ളൂ നിലയിൽ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റുഡൻ്റ് ആവണമെങ്കിൽ അക്കാഡമിക് കാര്യങ്ങൾ, കായിക രംഗത്തെ വിജ്ഞാനം, അതുപോലെ തന്നെ കലാരംഗത്തെ വിജ്ഞാനം, ഇതെല്ലാം ഉണ്ടാകുമ്പോഴേ ഒരു സ്റ്റുഡൻ്റായി മാറുള്ളൂ. രാവിലെ എണീറ്റ് 7 മണി മുതൽ രാത്രി 9 മണി വരെ ട്യൂഷൻ മാസ്റ്ററുടെ വീട്ടിലും സ്കൂളിലുമായിട്ട് കഴിയുന്ന കുട്ടികൾ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് അനുഭവക്കുറവ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ള കാര്യം ഇവിടുത്തെ രക്ഷകർത്താക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികൾക്ക് ഈ ജീവിതത്തിൽ 50% ഫ്രീ ആയിട്ട് കൊടുക്കണം.